ഏവർക്കും നമസ്കാരം. മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം 13-ാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം 29-ാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ്. കഴിഞ്ഞ 2.5 വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഇനി ഒരു 2.5 വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു. മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ 13 വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ 2-ാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് 3-ാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. ശനി മാർച്ച് 28 വരെയും കുംഭത്തിലും തുടർന്ന് 29-ാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരുടെ മാസഫലങ്ങൾ വിശകലനം ചെയ്യാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലനായാണ് ഈ മാസം സഞ്ചരിക്കുക. സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 11-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ ഇവർക്ക് നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരാവുന്നതാണ്. സൂര്യൻ 11-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വിഘ്നങ്ങൾ കൂടാതെ നടക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ സുഖസ്ഥാനമെന്ന് അറിയപ്പെടുന്ന 4-ാം ഭാവാധിപൻ കൂടിയാകയാൽ സൂര്യൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ മാസം ഈ കൂറുകാർക്ക് കുടുംബത്തിൽ വളരെ ക്ഷേമം, ഐക്യം, സ്വസ്ഥത എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. മാത്രമല്ല സൂര്യൻ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗമുക്തി, ശാരീരികമായ സൗഖ്യം, മനസ്സുഖം, കുടുംബത്തിൽ ക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും. അടുത്തതായി ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരവും അത് ഈ കൂറുകാർക്ക് നൽകുന്ന അനുഭവങ്ങളെയും നമുക്ക് വിശകലനം ചെയ്യാം. ശുക്രനും ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം മുഴുവനും സഞ്ചരിക്കുക. അതും ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണ ബലവാനായാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങളെ ഈ മാസം നൽകും. പ്രധാനമായും സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് നൽകുക. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വന്നു ചേരാറുണ്ട്. ലോട്ടറി, ചിട്ടി, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ശുക്രൻ നൽകാറുണ്ട്. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത്. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി, അംഗീകാരം എന്നിവ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഒരുപോലെ അനുകൂലം ആകും. ശാരീരികമായും മാനസികമായും ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ്. 6-ാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഈ കൂറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭർ ആകും. കടങ്ങൾ, ശത്രുശല്യം, രോഗങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികളൊന്നും തന്നെ ഇവർക്ക് വെല്ലുവിളികൾ ആവില്ല. ചൊവ്വ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. പൊതുവെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന 2-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ധനനഷ്ടം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, കാര്യവിഘ്നം, പലതരത്തിലുള്ള മാനസികമായ ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട്. കൂടാതെ വഞ്ചനയ്ക്ക് ഇരയായി ധനനഷ്ടവും വന്ന് ഭവിക്കാറുണ്ട്. എന്നാൽ ശുക്രനും സൂര്യനും ഏറ്റവും അനുകൂലരായി 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ഇവരെ ബാധിക്കില്ല. കൂടാതെ ഏപ്രിൽ 3-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. 3-ാം ഭാവം എന്നത് പരാക്രമം, ക്രിയാത്മകത, ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. അതിനാൽ നല്ല മനോബലം, ഊർജം, ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ്.
ബുധനും ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിൽ കൂടി ഈ മാസം സഞ്ചരിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് ഈ കൂറുകാർക്ക് നൽകുക. സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തനുണർവ്, ഓജസ് എന്നിവയെല്ലാം ഉണ്ടാകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കാണും. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും ബുധൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും. വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. പൊതുവെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരിക മാനസിക സുഖങ്ങളെ നൽകാറില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടും എന്നാണ് പറയുക. സാമ്പത്തികമായ പ്രതിസന്ധികളും വ്യാഴം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാറുണ്ട്. എന്നാൽ ഈ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ 11-ൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. 11-ാം ഭാവാധിപനായ വ്യാഴമാകട്ടെ ജന്മത്തിലും സഞ്ചരിക്കുന്നു. ഇത് പരിവർത്തന യോഗമെന്ന് അറിയപ്പെടുന്നു. തൽഫലമായി വ്യാഴത്തിൻ്റെ പ്രതികൂലാവസ്ഥ നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴം ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകുന്നതല്ല. ശനി ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ കഴിഞ്ഞ 2.5 വർഷമായി പ്രതികൂലനായി സഞ്ചരിച്ചു വന്നിരുന്നു. അത് കണ്ടകശനി ദോഷങ്ങളെ ഇവർക്ക് സൃഷ്ടിച്ചു പോന്ന തലവേദനയിൽ നിന്നും മനോദുരിതങ്ങളിൽ നിന്നും ഇവർ ഈ മാസം 29-ാം തീയതി മുക്തരാകുകയാണ്. അന്നേ ദിനം അനിഷ്ടഭാവമായ 10-ാം ഭാവത്തിൽ നിന്നും ഏറ്റവും ഇഷ്ടഭാവമായ 11-ാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർക്ക് വളരെയധികം ശോഭനമായതും നേട്ടങ്ങളുടെയും ഒരു നീണ്ട കാലത്തെ പ്രവേശന കവാടമാണ് ഇവർക്ക് തുറന്നു കിട്ടുന്നത്. ശനിയുടെ തടവറയിൽ നിന്നും സ്വതന്ത്രരായി കാര്യവിജയവും അഭീഷ്ടസിദ്ധിയും നേടാൻ ഏറ്റവും അനുകൂലമായ ഒരു കാലത്തേക്കാണ് ഈ കൂറുകാർ പ്രവേശിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം പ്രബലരായ 5 ഗ്രഹങ്ങളാണ് സർവാഭീഷ്ടസ്ഥിതി പ്രാപിച്ച് ഏറ്റവും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നൽകുക. രാശിയാധിപനായ ശുക്രൻ, സൂര്യൻ, ബുധൻ, ശനി, രാഹു എന്നീ 5 ഗ്രഹങ്ങളും തങ്ങളുടെ ഏറ്റവും ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് വളരെ അപൂർവമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന ശ്രേഷ്ഠമായ ഒരു മാസമായി ഭവിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.